ഇപ്പം നമ്മൾ സിനിമാ ഫീൽഡ് നോക്കുകയാണെങ്കിൽ മിക്കവരും ടെക്നീഷ്യന്മാരൊക്കെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ളൊരു ജോബ്, നല്ല ശമ്പളം. അപ്പോൾ ഈ ഒരു സേഫ് ആയിട്ടുള്ള ജോബിൽ നിന്ന് അത്യാവശ്യം നല്ല ഹൈ പെയ്ഡ് സാലറി കിട്ടുന്നു, എന്നാൽ ഒരു അത്യാവശ്യം ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹൈലി കോമ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് വരുന്നു. ആ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെ, എളുപ്പമായിരുന്നോ? പിന്നെ കല്യാണം കഴിച്ചു. അല്ല, എളുപ്പമാണോ ചോദിച്ചാൽ അല്ല, എളുപ്പമല്ല. ഇത് വരുന്നത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ സിനിമ ഒരു ഭയങ്കര ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി അല്ല. ഇപ്പം എൻ്റെ ലെവൽ ഓഫ് ആക്ടേഴ്സ് നമുക്കൊരു മാർക്കറ്റ് കിട്ടുന്നവരെ, നമ്മളെ കണ്ട ആൾക്കാർ തിയേറ്ററിൽ കയറുന്നവരെ അയാളുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ആർക്ക് വേണേൽ നിശ്ചയിക്കാം. ഈ ആക്ടേഴ്സ് എന്ന് പറയുന്ന ഔദാര്യത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, അതായത് റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഇവൻ എത്ര കൊടുക്കണം, ഇവൻ എടുക്കണോ, ഇവൻ അഭിനയിപ്പിക്കണോ, ഇവന് ഏത് റോള് കൊടുക്കണം, അത് ആക്ടേഴ്സിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അലൈൻഡ് ആണ് വിത്ത് റൈറ്റർ, ഡയറക്ടർ ആൻഡ് പ്രൊഡക്ഷൻ. അപ്പം അങ്ങനെ ഒരു വാല്യൂ, ഒരു പൈസ ഫിനാൻഷ്യലി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതേ സമയത്ത് നിങ്ങൾക്കൊരു സൈഡ് പരിപാടി ഉണ്ടെന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു സാധനം, ദാറ്റ് ക്യാൻ ബി എനിത്തിങ്, ഒരു ബിസിനസ് ആവാം, ഓർ യു ആർ എ റൈറ്റർ, ഓർ യു ആർ എ ഡയറക്ടർ, അല്ലെങ്കിൽ ആഡ്സ് ചെയ്യാം. അങ്ങനെയുള്ള പരിപാടിയാണെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് കുറച്ചുകൂടെ ബ്രീത്തിങ് സ്പേസ് കിട്ടും. നിങ്ങൾക്ക് നല്ല സിനിമ ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഉള്ള കുറേ ആക്ടേഴ്സ് എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ആരും ഒരു മോശം സിനിമ ചെയ്യാൻ വേണ്ടി വരില്ല. പക്ഷെ എന്നാലും ചിലപ്പം സാറ്റിസ്ഫൈഡ് അല്ലാതെ ആക്ടേഴ്സ് ചില സിനിമ ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിൽക്കണ്ടേ, പൈസ വേണ്ടേ. അപ്പോൾ അത് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടെ ചൂസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ പറഞ്ഞൊരു ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരാളാണ്, ഫോർ എ സ്റ്റാർ ഡെഫിനറ്റ്ലി ദർ ഇസ് എ മാർക്കറ്റ്. അങ്ങനെ ഒരു സൈഡായിട്ട് ഉണ്ടാകുന്നത് നല്ലതാണ്. അല്ല, ഇപ്പോൾ സംവിധാനം ചെയ്യാനും എഴുതാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തു എന്ന് അറിഞ്ഞു. അപ്പോൾ സൈഡായിട്ട് എങ്ങനെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? സ്ക്രിപ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാനും വേറൊരു പാർട്ട്ണറായിട്ട് എഴുതാൻ നോക്കുന്നുണ്ട്. 2-3 പേരായിട്ട് എഴുതാൻ നോക്കുന്നുണ്ട്. എഴുതിയതുകൊണ്ട് പറഞ്ഞു നോക്കിയിട്ടുണ്ട്, വർക്ക് ആയിട്ടില്ല. സ്റ്റിൽ ട്രൈയിങ് ആണ്. ഏറ്റവും നല്ല സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഒരു സാധനം സൈഡിലുണ്ട്, ട്രൈ ചെയ്യുന്നു എന്നുള്ളത് പറയാം. അല്ലാതെ ഞാൻ കുറച്ച് സോഫ്റ്റ്വെയർ പരിപാടിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതായത് എനിക്കുള്ള സാധനം എന്ന് പറയുന്നത്, എനിക്കൊരു സൈഡ് വേണം എന്നെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ദാറ്റ് നമ്മൾ ഭയങ്കരമായിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഏതൊരാളും ഒരു ലെവൽ എത്തുന്നവരെ എന്തെങ്കിലും ഒരു സൈഡ് പരിപാടി, ഒരു പെട്ടിക്കടയെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ അങ്ങനെ അത്രയും നമുക്കൊരു പ്രോസസ്സ് ഇല്ലല്ലോ. ഒരു എന്താ പറയുക, സിനിമയിൽ ഒരു 10 വർഷം വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ IT വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നു, 10 വർഷം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലേ എന്ന് ചോദിക്കും, ഇല്ലേ? പക്ഷേ സിനിമയിൽ അങ്ങനെയില്ല. വാട്ട് ഈസ് യുവർ ലാസ്റ്റ് ഫിലിം, ദാറ്റ് ഈസ് യു. അപ്പം 10 വർഷം വർക്ക് ചെയ്തൊന്നും ഒരു ഫാക്ടറേ അല്ല. ഇതിങ്ങനെ നമ്മളത് പ്രോഗ്രസ്ഡായി നമ്മൾ മറ്റേ ലൈം ലൈറ്റ് പിടിച്ചെടുത്ത് ലാസ്റ്റ് പടം ഹിറ്റാക്കുക, അതുകൊണ്ട് ഈ പടം കിട്ടുക, അങ്ങനെ പോകാൻ പറ്റും. അപ്പം അത് പ്രെഡിക്റ്റബിൾ അല്ല.